പിറ്റേന്ന് ഭരണകക്ഷി പ്രതിപക്ഷം കൂടെ ചേർന്നുള്ള ബന്ധം പുറത്തിറങ്ങാൻ പറ്റില്ല. മൂന്നാമത്തെ ദിവസം BJP മാത്രമായിട്ട് ബന്ധം. അവരാണ് തകർത്തത്. ഹിന്ദു വർഗീയവാദികളാണ് തകർത്ത് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. എന്നിട്ട് അവന് ബന്ധം നടത്തുക. പുറത്തിറങ്ങാൻ പറ്റിയില്ല. റേഡിയോയിലൂടെ ഒരു വാർത്ത, തോപ്പിൽ ബാസി മരിച്ചുപോയി. ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് പോകണമല്ലോ. കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരം മുഴുവൻ മാറ്റിയ തോപ്പിൽ ബാസിയാണല്ലോ. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റൊക്കെ എഴുതിയ നിരീശ്വരവാദിയായ തോപ്പിൽ ബാസി, മതവിശ്വാസി അല്ലാത്ത തോപ്പിൽ ബാസി. എനിക്ക് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ പോകണം എന്ന് തോന്നി. ഞാൻ കുറച്ച് നേരം പുറത്തിറങ്ങി ജംഗ്ഷനിൽ പോയി നിന്നു. ഒരു ബസ്സും വന്നില്ല, ഒരു ടൂ വീലർ പോലും വന്നില്ല. തിരിച്ച് വീട്ടിൽ ചെന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛനെ കാണാൻ ആരോ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഒരു മതപ്രചാരകനാണ്, എന്തോ യഹോവ സാക്ഷി എന്ന് പറയുന്ന ഒരു മത പ്രചാരകനാണ്. ഞാൻ അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നിട്ട് അദ്ദേഹം എന്നെ ഒരുപാട് ഉപദേശിച്ചു. യഹോവയിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും എന്ന്. കുട്ടിക്കാലത്തെ എന്നെ അച്ഛനന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കണമെന്ന്. ഞാൻ അങ്ങനെ 1.5 മണിക്കൂർ ആ സംഗീതം ആസ്വദിക്കുക തന്നെ ചെയ്തു. യഹോവയാണ് ഏറ്റവും പ്രധാനം, യഹോവയാണ് ഏറ്റവും ശക്തം എന്ന് അദ്ദേഹം 100 തവണ ആവർത്തിച്ച് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞേ, പക്ഷേ എനിക്കൊരു സങ്കടം പറയാനുണ്ട്. ഞാനിന്നൊരു വിഷമത്തിലാണ്. എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരാൾ മരിച്ചുപോയി. ആ മരണത്തിന് എനിക്കൊന്ന് പോകണമായിരുന്നു. ഈ ബാബറി മസ്ജിദ് പൊളിച്ച അതിനെ തുടർന്നുണ്ടായ ബന്ധു കാരണമാണല്ലോ എനിക്ക് പോകാൻ പറ്റാതെ ഇരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന സർവശക്തനായ യഹോവയ്ക്ക് ബാബറി മസ്ജിദ് രാമജന്മഭൂമി പ്രശ്നത്തിലൊന്ന് ഇടപെട്ട ആ പ്രശ്നം തീർത്തിരുന്നുണ്ടെങ്കിൽ എനിക്കിന്ന് പോകാൻ കഴിയുമായിരുന്നല്ലോ എന്ന് വളരെ വിനയത്തോടുകൂടി അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം കുറച്ചു നേരം ആലോചിച്ചിരുന്നിട്ട് എന്നോട് പറഞ്ഞു, അത് സാറേ, ബാബറി മസ്ജിദ് രാമജന്മഭൂമി പ്രശ്നത്തിൽ യഹോവയ്ക്ക് ഇടപെടാൻ ഒക്കില്ല. എനിക്ക് വലിയ സന്തോഷമായി. കാര്യം രണ്ടുപേരും ഇടപെട്ടതിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇനി മൂന്നാമതൊരാളെവിടെ അനുഭവിക്കുന്ന സ്ഥിതി എന്താ? ഇതാണ് സ്ഥിതി. ഇനി കേരളം മുഴുവൻ എഴുതി വെച്ചിരിക്കുകയാണ് ഒരേ ഒരു ഉത്തരം, ക്രിസ്തു. അത് മാത്രമേ ഉള്ളൂ. യഹോവയിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷപ്പെടും. ഇതൊരു സെക്കുലർ ഭരണകൂടം കാണണ്ടേ? സെക്കുലറിസത്തിന് വിരുദ്ധമാണ് ഈ മുദ്രാവാക്യങ്ങൾ. കേരളത്തിൽ കുറച്ചു മുമ്പ് കണ്ടൊരു മുദ്രാവാക്യം അതിഭീകരമാണ്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. കേരളം മുഴുവൻ എഴുതി വെച്ചതാണ്. ഒരു സെക്കുലർ ഭരണകൂടം ഇത് കാണണ്ടേ? സെക്കുലർ ഭരണകൂടം അത് ചെയ്യുന്നതിന് പകരം മുഴുവനും കയറൂരി വിട്ടുകൊടുക്കുകയായിരുന്നു. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നുള്ള മുസ്ലിം മതവിശ്വാസ മതപ്രവർത്തകരുടെ സംഘടനാ പ്രവർത്തകരുടെ ആ പോസ്റ്ററിന് ബദലായിട്ട് മറ്റവരുടെ വകയായിട്ട് വേറൊരു വെടിക്കെട്ടുണ്ടായിരുന്നു. ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ. ഈ മുദ്രാവാക്യങ്ങളുടെ ഏറ്റുമുട്ടലാണ് ഇവിടെ നടക്കുന്നത്. ആ ഏറ്റുമുട്ടലിൽ പീഡിപ്പിക്കപ്പെടുന്നത് പാവപ്പെട്ട മനുഷ്യൻ. അങ്ങനെയാണ്. തൃശ്ശൂർ പൂരം കണ്ടുകൊണ്ടിരുന്ന ഒരു ഭീകരൻ, മതഭീകരൻ, ഏത് മതഭീകരനായിക്കോട്ടെ, ഹിന്ദു മതഭീകരനായാലും ഇസ്ലാം മതഭീകരനായാലും ഏത് മതഭീകരനായാലും സിഖ് മതഭീകരനായാലും എന്തായിരിക്കും ആലോചിക്കുക? പൂരം കഴിഞ്ഞപ്പോൾ, തൃശ്ശൂർ പൂരം വെടിക്കെട്ട് കഴിഞ്ഞപ്പോൾ മതഭീകരൻ പറഞ്ഞു, വിഡ്ഢികൾ ഇത്രയും മരുന്ന് പാഴാക്കി കളഞ്ഞല്ലോ. ഇതാണ് ചിന്തിക്കുന്നത്. കാര്യം അത്രയും മരുന്ന് ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വയ്ക്കാമായിരുന്നു. അത്രയും സ്ഫോടക വസ്തുക്കൾ നമുക്ക് ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വയ്ക്കാമായിരുന്നു. നിരപരാധികളായ ഈ കുഞ്ഞുങ്ങളെ, അമ്മമാരെ, സഹോദരന്മാരെ എല്ലാവരെയും കൊന്ന് നശിപ്പിക്കാമായിരുന്നു. അങ്ങനെ കൊന്നാൽ നമുക്ക് സ്വർഗത്തിലേക്ക് പാസ്പോർട്ട് ഉടൻ കിട്ടിയിരിക്കും. നരകത്തിലേക്ക് പോകണ്ട. നരകത്തിൽ മഹാത്മാഗാന്ധിയും ജാഫർ ഖാൻ എല്ലാം കിടപ്പുണ്ടല്ലോ. അതാണ് സ്ഥിതി. അപ്പോൾ സെക്കുലർ ഭരണകൂടമാണ് ഇന്ത്യയിലെങ്കിൽ സെക്കുലർ ഭരണകൂടത്തെ ശ്രദ്ധിക്കണം. ഇന്ത്യയിൽ എവിടെയെല്ലാം മത പരിശീലനങ്ങൾ, ഇന്ത്യയിൽ എവിടെയെല്ലാം അമിതമായ മതപ്രചാരണങ്ങൾ നടക്കുന്നു, ഏതെല്ലാമാണ് മതം പ്രതിനിധാനം ചെയ്യുന്ന പ്രസിദ്ധീകരണങ്ങൾ, ആ പ്രസിദ്ധീകരണങ്ങൾ ഒരു സെക്കുലർ രാജ്യത്തിന് വരുത്തുന്ന വിപത്തുകൾ ഏതെല്ലാമാണ് എന്ന് കാണുന്നതിനും അത് നിയന്ത്രിക്കുന്നതിനും ഇന്ത്യയിലെ സെക്കുലർ ഭരണകൂടം പരാജയപ്പെടുക തന്നെ ചെയ്തു. ഒരു ഹിന്ദു ദൈവത്തിന്റെ പേരിലല്ലേ എത്രയോ വർഷം കേരള സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തിട്ടുള്ളത് ബാലസാഹിത്യത്തിന്. എനിക്ക് അവരുടെ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. പത്മനാഭസ്വാമി പുരസ്കാരം. ഞാൻ പ്രസിഡന്റിനെ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഒരു സാഹിത്യകാരനെ ഞാൻ കേട്ടിട്ടില്ല, പക്ഷേ ആരാ ഇത്? ഇപ്പൊ ആരെങ്കിലും ഒന്ന് പറയണ്ടേ, വേറെ ആളോട് പറയണ്ടേ, എനിക്കിങ്ങനെ കിട്ടിയിരിക്കുന്ന പത്മനാഭസ്വാമി പുരസ്കാരമാണ്, അപ്പൊ അതുകൊണ്ട് പത്മനാഭസ്വാമി എന്ന് പറയുന്ന ആൾ ഇന്ന ബാലസാഹിത്യ കൃതികളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് എന്ന് പറയണമല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞേ, യൂസഫ് അലി കച്ചേരിയാണ് അന്ന് പ്രസിഡന്റ്. യൂസഫ് അലി പറഞ്ഞേ, ഞാനും കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു സാഹിത്യകാരനെ. പിന്നെ അന്വേഷിച്ചപ്പോൾ അറിയുന്നത് ഒരു ഹിന്ദു ദൈവം തിരുവനന്തപുരത്ത് കിടന്ന ആളുകളെ അനുഗ്രഹിക്കുന്ന ഒരു ഹിന്ദു ദൈവം. അത് ഏത് ഹിന്ദു ദൈവം? സവർണ ഹിന്ദു ദൈവം. ആ അമ്പലത്തിൽ പ്രവേശിക്കാൻ വേണ്ടി അവിടെ സമരം ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ മനുഷ്യൻ എന്തിനാ അവിടെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എങ്കിലും സമരം ഉണ്ടാക്കിയിട്ടുണ്ട്.
അകത്ത് കയറാലോ, ശില്പങ്ങളൊക്കെ കാണാമല്ലോ. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് സമരം ഉണ്ടാക്കിയത്. ഒരു സവർണ ഹിന്ദു ദൈവത്തിന്റെ പേരിൽ വർഷങ്ങൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കൊടുത്തിട്ടുള്ളത് എനിക്ക് കിട്ടിയപ്പോഴാണ് അത് അവസാനിച്ചത്. ഞാൻ പറഞ്ഞു എനിക്കിത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈ നാണുകെട്ട സമ്മാനം കൊണ്ട് ഒരു ഹിന്ദു ദൈവത്തിന്റെ ഒരു സെക്കുലർ രാജ്യമായ ഇന്ത്യയിൽ സെക്കുലർ ഭരണകൂടത്തിന്റെ പണം വാങ്ങി പ്രവർത്തിക്കുന്ന സാഹിത്യ അക്കാദമി കൊടുക്കുന്ന ഒരു പുരസ്കാരം ഒരിക്കലും ഒരു